ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം, നമ്മുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ റീപ്ലേസ് ചെയ്തു. പക്ഷേ എന്നാലും ഇതിനകത്തൊരു ചെളിയുടെ ഫോം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഓക്കെ, ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് റഷീദ് അർഷിദ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: എൻ്റെ ഓൾട്ടോ ആണ്, റേഡിയേറ്റർ ഇപ്പം പുതിയത് വാങ്ങി ഇട്ടതാണ്. ബട്ട് എനിക്ക് റേഡിയേറ്റർ ക്യാപ്പ് തുറക്കുമ്പോൾ അതിൽ നെയ് പോലെ ചെളി വരുന്നു. അത് എന്തുകൊണ്ടാവും ചേട്ടാ? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് വാഹനത്തിൻ്റെ എൻജിൻ കൂള് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, കൂളെന്ന് പറയാൻ പറ്റത്തില്ല, നോർമൽ ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് റേഡിയേറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വാഹനത്തിന് ഒരു നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ ഉണ്ട്. ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് റേഡിയേറ്റർ. ഈ റേഡിയേറ്ററിനകത്ത് പലപ്പോഴും പലരും കൂളൻറ്റിന് പകരമായിട്ട് വെള്ളം ഒഴിക്കാറുണ്ട്. ഒരു കാരണവശാലും വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല. കാരണം വെള്ളത്തിനകത്തുള്ള മിനറൽസും അയണിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ചെളിയുടെ ഫോം ഉണ്ടാകാനും തുരുമ്പിൻ്റെ അംശമൊക്കെ ഈ പറയുന്ന പോലെ റേഡിയേറ്ററിനകത്തും വാഹനത്തിൻ്റെ ഹെഡിലും വാട്ടർ ജാക്കറ്റ്സിലും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും വെള്ളം ഒഴിക്കാൻ പാടില്ല. അത് നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. നമുക്ക് കാര്യത്തിലോട്ട് വരാം. എന്തുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ നെയ്യുടെ ഒരു പരുവം ഫീൽ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എന്ത് കാരണം കൊണ്ടാണ് ഈ റേഡിയേറ്റർ മാറിയെന്നുള്ള വ്യക്തമാക്കിയിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ പറയുന്നത് എൻജിൻ ഓയിലുമായിട്ട് ഇത് മിക്സ് ആകുന്നുണ്ട്. അതായത് എൻജിൻ ഓയിലും കൂളൻറ്റുമായിട്ട് മിക്സിങ് നടക്കുന്നുണ്ട്. അതെങ്ങനെ മിക്സിങ് നടക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ് ഗ്യാസ്കറ്റ് എപ്പോഴെങ്കിലും നിങ്ങളുടെ വാഹനം ഓവർ ഹീറ്റ് ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഓവർ ഹീറ്റ് ആയതിനു ശേഷമായിരിക്കും റേഡിയേറ്ററിന് കംപ്ലയിൻ്റ് ഉണ്ടായത്. അങ്ങനെ കംപ്ലയിൻ്റ് ഉണ്ടായിട്ട് റീപ്ലേസ് ചെയ്തതായിരിക്കാനാണ് ചാൻസസ് കൂടുതൽ. അതായത് ഈ പറയുന്ന ഓയിലും കൂളൻറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്ത് റേഡിയേറ്ററിൽ അടവ് ഫീൽ ചെയ്തിട്ട് റേഡിയേറ്ററിനകത്ത് കൂളൻ്റ് സർക്കുലേഷൻ വരാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പം നിങ്ങളുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ റീപ്ലേസ് ചെയ്തത്. പക്ഷേ റേഡിയേറ്റർ റീപ്ലേസ് ചെയ്തെന്ന് പറഞ്ഞാലും എൻജിൻ്റെ വാട്ടർ ഗാലറീസിലും കാര്യങ്ങളുമൊക്കെ ഈ ഇരിക്കുന്ന എൻജിൻ ഓയിലിൻ്റെ അംശമാണ് ഇപ്പോഴും റേഡിയേറ്ററിനകത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഹെഡ് ഗ്യാസ്കറ്റ് മാറിയോ ഇല്ലയെന്ന് എനിക്ക് കൃത്യം അറിയത്തില്ല. ഇപ്പം നിലവിൽ ഈ പറയുന്ന ഒരു കംപ്ലയിൻ്റ് അല്ലാതെ വാഹനം ഓടുന്ന സമയത്ത് ഓവർ ഹീറ്റ് കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ AC വർക്ക് ചെയ്യാതെ വരുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇത് കാണുന്ന എല്ലാ വ്യക്തികളൊന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ വാഹനത്തിൽ AC വർക്ക് ചെയ്യാതെ വരുകയോ അല്ലെങ്കിൽ വാഹനം ഓവർ ഹീറ്റ് ആവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഓവർ ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗേജ് കാണാൻ സാധിക്കും. AC വർക്ക് ചെയ്യുന്നതിൻ്റെ, ഇപ്പം നമ്മൾ AC ഇട്ടാണ് ഓടിക്കുന്നതെങ്കിൽ AC കട്ട് ഓഫ് ആകും, ഉറപ്പായിട്ടും കട്ട് ഓഫ് ആകും. അങ്ങനെ AC കട്ട് ഓഫ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ നിങ്ങളുടെ വാഹനം ഓവർ ഹീറ്റ് ആകുന്നുണ്ട്. ഇങ്ങനെ ഓവർ ഹീറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും റേഡിയേറ്റർ മാറിയതുകൊണ്ട് ക്ലിയർ ആവണമെന്നില്ല. നമ്മുടെ വാഹനത്തിനകത്ത് എൻജിൻ്റെ കൂളിംഗ് ഫെസിലിറ്റി കൃത്യമായിട്ട് നടക്കാതെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ വാട്ടർ സർക്കുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓയിലും കൂളൻറ്റുമായിട്ട് മിക്സ് ആവുന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു നെയ്യുടെ ഒരു പരുവം നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെഡ് ഗ്യാസ്കറ്റോ കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടൊന്ന് മാറി വിടുക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, വാഹനം ഏതെന്ന് പറഞ്ഞിട്ടില്ല. വാഹനം ഏതെന്ന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, ഏതാണ് നമ്മൾ ലാസ്റ്റ് ചെയ്ത സർവീസ് എന്നും കൂടെ ഉള്ളത് കൃത്യമായിട്ട് ഒരു കമൻസിലൊക്കെ ഇനി ഇടുന്ന സമയത്ത് ബാക്കിയുള്ളവരും ഇതുപോലെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കംപ്ലയിൻറ്റ് റെക്ടിഫൈ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ഏതായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നോക്കിയിട്ട് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഹെഡ് ഗ്യാസ്കറ്റ് മാറുന്നതാണെങ്കിൽ അത്യാവശ്യമായിട്ട് മാറി വിട്ടോളൂ, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിന് കംപ്ലയിൻറ്റ് വരുന്നതായിരിക്കും.